മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് തുടരുന്നത്. ഷഹീദ്, എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ഒടുവിൽ വന്ന കണക്കുകൾ ഇപ്പോൾ 70% പിന്നിട്ടിരിക്കുന്നു. 75% എത്താനുള്ള സാധ്യതയാണ് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജുമായൊക്കെ തട്ടിച്ചു നോക്കേണ്ട സമയമാകുന്നു. അന്തിമ കണക്ക് വന്നോ? പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശകലനങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്? രതീഷ്, വലിയ പോളിംഗ് ശതമാനം ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ അപേക്ഷിച്ച്, നിലമ്പൂരിന്റെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് കണക്കുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. 70 കടന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ 75 വരെ, അന്തിമ കണക്കിൽ 75 വരെ പോകാനും സാധ്യതയുണ്ട്. ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. അരുൺ നമ്മോടൊപ്പം ഉണ്ട്. രതീഷ്, ഇത് പ്രതീക്ഷിച്ചിരുന്നോ? പല പ്രചാരണങ്ങളും നടന്നിരുന്നു. ഒന്നാമത് ഏറ്റവും ഒടുവിൽ നടന്നത് 61% എന്നുള്ളതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പോളിംഗ്. പക്ഷെ ഒരിക്കലും ലോക്സഭയുടെ പാറ്റേൺ അല്ല. പ്രത്യേകിച്ചും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ നടന്നിരുന്നു. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാകും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി പറയാനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പോളിംഗ് ശതമാനം. സമയം കഴിഞ്ഞ സമയത്ത് പുറത്ത് കാണാൻ കഴിഞ്ഞ ദൃശ്യങ്ങൾ UDF പ്രവർത്തകർ ഇപ്പൊ ഒരു ആരവം കേട്ടിരുന്നു. അതെ, അത് നിലമ്പൂർ നഗരസഭയിലാണ് നമ്മളുള്ളത്. അവിടെയൊക്കെ UDFന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ചെറിയ ലീഡുകളുള്ള വഴിക്കടവ്, എടക്കര പോലുള്ള മേഖലകൾ പറയുന്നത് ഈ ശതമാനം കൂടുന്നത് അവർക്ക് ഗുണമാവുന്നതാണോ? അങ്ങനെയാണോ? അത് രണ്ടു തരത്തിലും വിലയിരുത്തപ്പെടാം. പക്ഷേ CPMഉം അതിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പോളിംഗ് അല്ല, ശരാശരി പോളിംഗ് ആണ്. ഇതേ പോളിംഗ് കഴിഞ്ഞ തവണ നടന്നപ്പോഴുമാണ് PV അൻവറിന് 2700 വോട്ടിന്റെ ലീഡ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വരാണ്, പല ഘടകങ്ങളുണ്ട്. പക്ഷേ UDFന് സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പോളിംഗ് ശതമാനത്തിലൊക്കെ അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യം ഉണ്ടാവും, ആളുകൾക്ക് മടുപ്പുണ്ടാവും. അത് ഇത്തവണ അതിനിവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പോളിംഗ് ശതമാനം അത് നമുക്ക് കണക്കുകൾ കാണിക്കുന്നുണ്ട്. PV അൻവർ ഈ പറയുന്ന രീതിയിൽ രണ്ട് മുന്നണികളിലെയും അല്ലെങ്കിൽ അത് പ്രതീക്ഷയറ്റ ആളുകൾക്ക് PV അൻവർ ഒരു പ്രതീക്ഷയായി മാറുന്നത് ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിന്റെ വീറും വാശിയും കാണുന്ന പോളിംഗ് ആദ്യം തന്നെ. പിന്നെ PV അൻവർ ഒരു ഫാക്ടർ ആവും, ഒരു ഡിസൈഡർ ആവും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യത. വോട്ടെണ്ണി പെട്ടി പൊട്ടിക്കുന്നത് വരെയും അതേ ആകാംക്ഷ നിലനിൽക്കും. ബാക്കിയെല്ലാം അവിടുത്തെ ട്രെൻഡ് നമുക്ക് വ്യക്തമാവും. എങ്കിൽ പോലും ആ ബാലറ്റ് പെട്ടി തുറക്കുന്നത് വരെയും PV അൻവർ ഒരു ഡിസൈഡറായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു അടിയൊഴുക്ക് പോലെ PV അൻവർ ഒരു ഫാക്ടറായി വരുന്നു. നല്ല പോളിംഗ് ഉണ്ടാകുന്നത് കണ്ടത് അത് LDF ക്യാമ്പുകൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടോ? നിലവിൽ അത്തരത്തിൽ പ്രതികരണം വന്നില്ലെങ്കിൽ പോലും LDFന് അത് സംബന്ധിച്ചൊരു ആശങ്ക നിലവിലില്ല. അത് ശരാശരി പോളിംഗ് ആയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അവരെ സംബന്ധിച്ചും അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ പോത്തുകല്ലും അമരമ്പലവും ഉൾപ്പെടെ അവർക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു, സ്വരാജിന്റെ ഉൾപ്പെടെ പോത്തുകല്ലിൽ അവർക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ LDFനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെയൊക്കെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അൻവറിൻ്റെതായ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പോലും പറയപ്പെടുന്ന വഴിക്കടവ് പോലുള്ള മേഖലയിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഡിസൈഡറായി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പോളിംഗ് ശതമാനത്തിൽ നിലവിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ടാകില്ല, അമിത പ്രതീക്ഷയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ അടിയൊഴുക്കുകൾ ഈ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും അൻവർ കൂടി വന്ന സാഹചര്യത്തിൽ തങ്ങളുടെ വോട്ടുകൾ അൻവർക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ശതമാനം തട്ടിച്ചതിനെ നമുക്ക് വായിക്കാൻ പറ്റും. അതായത് UDFന്റെ പ്രധാനമായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് 12,000 വോട്ടിന്റെ ഒരു മുൻതൂക്കം അവർക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് അടിയൊഴുക്കുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി അടിയൊഴുക്കുകൾ പരിഗണിച്ചാൽ പോലും ജമാഅത്തെ എന്നുള്ള ബന്ധം സമസ്തയ്ക്ക് തരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുമോ? ഇനി PV അൻവർ ഘടകം, ഇനി PV അൻവർ ഒരു 15,000-ഓളം വോട്ട് പിടിച്ചാൽ പോലും ഒരു 2,000-3,000 വോട്ടിന്റെ എഡ്ജ് ഉണ്ടാകും എന്നൊരു വിലയിരുത്തലുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് ഒരു 20,000 ഒക്കെ മുകളിൽ അപ്രതീക്ഷിതമായ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫലം മറ്റൊന്നായേക്കാം എന്നൊരു വിലയിരുത്തൽ അവർക്ക് അടിയുള്ള ഒരു ഭീതിയുണ്ട്. അൻവർ വോട്ട് പിടിക്കെങ്കിൽ പോലും അൻവറിലേക്ക് പോകുന്ന വോട്ടുകൾ ആരുടേതാണെന്നുള്ള കാര്യത്തിലുണ്ട്. UDFന്റെ മാത്രമായിരിക്കും.